തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായ സംഭവത്തിൽ ഒടുവിൽ നടപടി. ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ ആശുപത്രി അധികൃതർ ആരംഭിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ഒരു മാസമായി ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിരുന്നു. ജനം ഇംപാക്ട്. ലിഫ്റ്റില്ല എങ്ങനെ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ട് വരുന്ന കാഴ്ച എൻ്റെ മോളെ മരുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ കയറി പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിന് നല്ല പെയിനാണ്. ആ പയ്യൻ അതിൻ്റെ ഭർത്താവും അമ്മയും നിന്നങ്ങ് വിഷമിക്കുകയാണ്. എങ്ങനെ കൊണ്ടുവന്നു അവസാനം ഈ മൂന്ന് സ്റ്റെപ്പും മുകളിൽ നിന്ന് താഴെ ആ കൊച്ചിനെ ആ പയ്യനെ അതിനെ നടത്തി കൊണ്ടുവന്നിട്ട് താഴെ വന്നിട്ടാണ് അവർ ഈ വീൽ ചെയറിൽ കൊണ്ടുപോയത്. ഒരാൾക്ക് BP കൂടി കഴിഞ്ഞാൽ 3 നില താഴെ ഇറങ്ങി വരണം. ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു പോയാലും ആ നിൽക്കുന്ന നേഴ്സിൻ്റെ ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്, നില നോക്കുന്ന ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വം. ഈ ലിഫ്റ്റ് ഇല്ലാത്ത കാരണം അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പ്രസവ ശുശ്രൂഷയ്ക്ക് പേരുകേട്ട സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ് ഇത്. ലിഫ്റ്റ് 1 മാസത്തോളമാണ് പ്രവർത്തനം നിലച്ച് കേടായി കിടന്നത്. ഓപ്പറേഷൻ പെട്ടെന്ന് വേദന വന്നാൽ എങ്ങനെ കൊണ്ടുപോകും? ഒരു ലിഫ്റ്റ് ഇല്ല, എങ്ങനെ കൊണ്ടുപോകും? ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെ കൊണ്ടുവന്ന് വാർഡിക്കെടുത്തു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. 5 ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇന്ന് വരെ ഒറ്റ കുഞ്ഞു ഓരോ ഓപ്പറേറ്റർമാരെ ഇതുവരെ കണ്ടിട്ടില്ല. യുവതികളെ പ്രസവ മുറിയിലേക്കും തിരിച്ച് വാർഡിലേക്കും കൊണ്ടുപോകുന്ന പ്രധാന ലിഫ്റ്റാണ് കേടായത്. ഇതോടെ പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതികളെ പോലും ക്രച്ചസിൽ ചുമന്ന് വാർഡിലെത്തിക്കേണ്ട സ്ഥിതിയാണ്. പ്രസവത്തിനെത്തിയ യുവതികൾക്കൊപ്പം കൂട്ടിരിപ്പുകാർക്കും പണിയിറങ്ങുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും പരാതിയുണ്ട്. അധികൃതരുടെ ഈ അനാസ്ഥ ജനം TV വാർത്തയാക്കിയതോടെ അടിയന്തര ഇടപെടലുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തി. ലിഫ്റ്റ് ടെക്നീഷ്യന്മാരെ അടിയന്തരമായി വിളിച്ചു വരുത്തി നന്നാക്കുവാനുള്ള നടപടികളാണ് ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.